ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉണങ്ങിയ ആപ്രിക്കോട്ട് കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉണങ്ങിയ ആപ്രിക്കോട്ടിൽ കാണപ്പെടുന്ന ഉയർന്ന അളവിലുള്ള ബീറ്റാ കരോട്ടിൻ, ല്യൂട്ടീൻ എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. ബീറ്റാ കരോട്ടിൻ ശരീരത്തിൽ വൈറ്റമിൻ എ ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് നല്ല കാഴ്ച നിലനിർത്താൻ അത്യാവശ്യമാണ്. പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷനിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനും തിമിരം വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നാരിൻ്റെ അംശവും പൊട്ടാസ്യത്തിൻ്റെ അളവും കാരണം ഉണങ്ങിയ ആപ്രിക്കോട്ട് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. LDL അഥവാ മോശം കൊളസ്ട്രോളിൻ്റെ ആഗിരണം കുറയ്ക്കുന്നതിലൂടെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഡയറ്ററി ഫൈബർ സഹായിക്കുന്നു. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. ശരീരഭാരം നിയന്ത്രിക്കുന്നു. ഉണങ്ങിയ ആപ്രിക്കോട്ടിൽ കലോറി കുറവും ഉയർന്ന നാരുകളും അടങ്ങിയതാണ്. ഇത് പൂർണ്ണതയുടെയും സംതൃപ്തിയുടെയും വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കും. സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായി ഉണങ്ങിയ ആപ്രിക്കോട്ട് ഉൾപ്പെടുത്തുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. മുടി വളർച്ചയ്ക്ക് ആപ്രിക്കോട്ട് വൈറ്റമിൻ എയുടെ ഉറവിടമാണ്. ഇത് മുടിയുടെ ഘടനയും തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. അതിനാൽ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് കഴിക്കാവുന്നതാണ്. വിളർച്ചയ്ക്ക് പരിഹാരം ഉണങ്ങിയ ആപ്രിക്കോട്ടിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലാണ്. ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന വിളർച്ച തടയാൻ ഇത് സഹായിക്കുന്നു. ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഘടകമായ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് ഇരുമ്പ് ആവശ്യമാണ്. ഷുഗർ നിയന്ത്രിക്കുന്നു. ആപ്രിക്കോട്ടിൽ കുറഞ്ഞ ഗ്ലൈസിമിക് സൂചികയാണുള്ളത്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അവ കാരണമാകില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇവ നല്ലൊരു ഭക്ഷണമാണ്. കൂടാതെ ഇതിലെ നാരുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ദഹനാരോഗ്യത്തിന് ഉണങ്ങിയ ആപ്രിക്കോട്ട് നാരുകളുടെ നല്ലൊരു ഉറവിടമാണ്. ഇത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദഹന പ്രക്രിയ ക്രമത്തിൽ നിലനിർത്താനും മലബന്ധവും മറ്റ് ദഹന പ്രശ്നങ്ങളും തടയാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആപ്രിക്കോട്ട് മികച്ചതാണ്. എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, ചെമ്പ്, ഇരുമ്പ്, ഫോസ്ഫറസ്, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അഭാവം ഓസ്റ്റിയോപൊറോസിസിന് കാരണമാകും. ഇത് അസ്ഥികളുടെ സാന്ദ്രതയും ശക്തിയും കുറയ്ക്കുന്നു. അതിനാൽ ആപ്രിക്കോട്ട് കഴിക്കുന്നത് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും ആരോഗ്യകരമായ എല്ലുകളെ നിലനിർത്താനും സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ് ആപ്രിക്കോട്ട്. ഇത് വെളുത്ത രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു. ആപ്രിക്കോട്ട് ദിവസവും കഴിക്കുന്നത് ശരീരത്തെ ആരോഗ്യകരമാക്കാനും പനി, ജലദോഷം തുടങ്ങിയ അണുബാധയുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങളെ ചെറുക്കാനും സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണിത്. കാരണം വൈറ്റമിൻ സി, വൈറ്റമിൻ എ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ചർമ്മത്തിന് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ, പാടുകൾ എന്നിവ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഇവ ചർമ്മത്തിന് യുവത്വം പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കരളിൻ്റെ ആരോഗ്യത്തിന് ആപ്രിക്കോട്ടിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരളിനെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്നു. അവ കരൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പതിവായി ഇത് കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണങ്ങിയ ആപ്രിക്കോട്ട് പതിവായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. 4-5 ആപ്രിക്കോട്ട് വീതം ദിവസവും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണങ്ങിയ ആപ്രിക്കോട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.